മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം 16-17 വാക്യങ്ങൾ നമുക്ക് ധ്യാനിക്കാം. The book of Genesis, chapter 28, verses 16 and 17. അപ്പോൾ യാക്കോബ് ഉറക്കത്തിൽ നിന്ന് ഉണർന്നു. അവൻ പറഞ്ഞു, തീർച്ചയായും കർത്താവ് ഈ സ്ഥലത്തുണ്ട്, എന്നാൽ ഞാൻ അതറിഞ്ഞില്ല. നാസ്തികനായ തത്വജ്ഞാനി ഒരു ക്രിസ്ത്യാനിയോട് ദൈവം എവിടെ ഇരിക്കുന്നു എന്ന് കാണിച്ചു തരാമോ എന്ന് പരിഹാസ സ്വരത്തിൽ ചോദിച്ചു. ക്രിസ്ത്യാനി ശാന്തമായ പ്രകാരം പ്രതികരിച്ചു, ദൈവം ഇല്ലാത്ത സ്ഥലം എവിടെയുണ്ട് എന്ന് കാണിക്കാമോ എന്ന്. റഷ്യൻ ബഹിർവാര സഞ്ചാരികൾ അവിടെങ്ങും ദൈവത്തെ കണ്ടില്ലെന്ന് പറഞ്ഞപ്പോൾ അമേരിക്കക്കാരൻ ചന്ദ്രനിൽ കാലൂന്നിക്കൊണ്ട് ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറഞ്ഞു. സൗരയൂഥത്തിന്റെ അത്ഭുത ചുരുൾ അല്പം നിവർന്നപ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തിയുടെ മഹത്വം അവർ കണ്ടു. പദ്ദൻ ആരാമിലേക്ക് ഓടിപ്പോയ യാക്കോബ് രാത്രിയിൽ അവിടെ ദൈവമില്ലെന്നോർത്ത് ഭയചകിതനായി. എന്നാൽ ഉറക്കത്തിൽ കണ്ട ദർശനത്തിൽ നിന്നും ദൈവം വിദൂരസ്ഥനല്ല, സമീപസ്ഥനാണ് എന്ന് യാക്കോബിന് ബോധ്യപ്പെട്ടു. യാക്കോബ് ധീരനും പ്രശാന്തനുമായി തീർന്നു. അനേക സൗരയൂഥങ്ങൾ ഉൾക്കൊള്ളുന്ന നഭോമണ്ഡലത്തിലെ ഗോളങ്ങൾ താളം തെറ്റാതെ ക്രമമായി പ്രവർത്തിക്കുന്നതിന് പിന്നിൽ ഒരു ദൈവം പ്രവർത്തിച്ചില്ല എന്ന് പറയാൻ പ്രയാസമാണ്. ചെറിയ കാര്യങ്ങളിൽ നാം കരുതുന്നവ യാദൃച്ഛികമായി സംഭവിക്കുകയില്ലെങ്കിൽ അത്ഭുതകരമായ നിയമങ്ങൾ ഉൾക്കൊള്ളുന്ന പ്രകൃതിയും അഖിലാണ്ടവും യാദൃച്ഛികമായ രൂപം പ്രാപിച്ചു എന്ന് വിശ്വസിക്കുവാൻ അസാധ്യമാണ്. വിശ്വാസികളായി ജീവിച്ച പിതാക്കന്മാരോടുകൂടെ ദൈവമുണ്ടായിരുന്നെന്ന് അവർ സാക്ഷിച്ചിട്ടുണ്ട്. ക്രിസ്തീയ ഭക്തന്മാർ ഈ ദൈവം ഞങ്ങളോടുകൂടെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. ദൈവം നമുക്ക് സമീപസ്ഥനാണ്. നാം അവസരം കൊടുക്കുമെങ്കിൽ ദൈവ സാന്നിധ്യം നമുക്ക് ലഭിക്കും. ആ ഒരു ബോധ്യം, ആ ഒരു വിശ്വാസം നമ്മുടെ ജീവിതത്തെ ധന്യമാക്കണം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ ദൈവം എപ്പോഴും നമ്മളെവിടെയൊക്കെ ആയിരിക്കും അവിടെയെല്ലാം ദൈവം ഉണ്ട് എന്ന ബോധ്യം നമ്മെ നയിക്കും. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായി എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.